Hello everyone, welcome to our video class section. Today we are discussing the chapter Respiration in Plants. നമ്മൾ ഡിസ്കസ് ചെയ്തു ഒരു എപ്പിസോഡിൽ അതിൽ നമ്മൾ ഗ്ലൈക്കോളിസിസും അതുപോലെ തന്നെ ക്രബ് സൈക്കിളൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം, അതല്ലെങ്കിൽ ETS എന്ന് വിളിക്കാം അല്ലേ. അപ്പോൾ നമുക്കറിയാം പ്യുവറായിട്ടും എയറോബിക് റെസ്പിറേഷൻ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ക്രബ് സൈക്കിളും അതുപോലെ തന്നെ ഈ ETSുമാണ്, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഓക്കെ, ഇത് ശരിക്കും നമ്മൾ എയറോബിക് റെസ്പിറേഷൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ETS എന്ന് പറയുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്സിഡേഷൻ ഓഫ് ദ റെഡ്യൂസ്ഡ് കോഎൻസൈംസ്. അതായത് റെഡ്യൂസ്ഡ് കോഎൻസൈംസ് പറയുന്നത് ഏതൊക്കെയാണ്? FADH, NADH. ഓക്കെ, അതിൻ്റെ ഒക്കെ ഓക്സിഡേഷൻ നടന്നിട്ട് അതിൽ നിന്നും എന്ത് ഫോം ചെയ്യിക്കുക? എനർജി ഫോം ചെയ്യിക്കുക. ഓക്കെ, ഇൻ ഫോം ഓഫ് ATP. പിന്നെ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രോൺസ് ഒക്കെ ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അവിടെ അൾട്ടിമേറ്റ്ലി ഇലക്ട്രോൺസ് അൾട്ടിമേറ്റ്ലി കമ്പൈൻ വിത്ത് ദ മോളിക്കുലർ ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ എന്ത് ഫോം ചെയ്യും? അവിടെ വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, ഇതെല്ലാം നടക്കുന്നത് എവിടെയാണ്? മൈറ്റോകോൺട്രിയയ്ക്ക് അകത്താണ് ഈ എല്ലാ പ്രോസസ്സും നടക്കുന്നത്. എന്നിട്ട് നമുക്ക് എന്ത് ഫോം ചെയ്യും? ATP ഫോം ചെയ്യും. അതുകൊണ്ട് തന്നെ അവിടെ ഓക്സിഡേഷൻ നടക്കുന്നത് അല്ലേ. പിന്നെ എന്താണ്? അവിടെ ഫോസ്ഫേറ്റ് മോളിക്യൂൾസ് ആണ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെന്ത് വിളിക്കുന്നത്? ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് മൈറ്റോകോൺട്രിയയ്ക്ക് അകത്ത് നടക്കുക. അതിൽ മെയിനായിട്ടും 4 കോംപ്ലക്സുകളാണുള്ളത്. കോംപ്ലക്സ് 1, കോംപ്ലക്സ് 2, കോംപ്ലക്സ് 3, കോംപ്ലക്സ് 4 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിലെ ആ UQ എന്ന് എഴുതിയിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാണ്ടോ? UQ എന്ന് പറയുന്നത് എന്ന് പറയണമെങ്കിൽ അതെന്താണ്? യുബിക്വിനോൺ. സോ electron transport chain in mitochondria consists of 4 complexes, 2 which are located in the inner mitochondrial membrane. ഓക്കെ, അതിലെ ഈ UQ എന്ന് പറയുന്ന യുബിക്വിനോണും അതുപോലെ തന്നെ സൈറ്റോക്രോം C, ഈ CYTC എഴുതുന്നതാണ് സൈറ്റോക്രോം C ആണ്. ഈ സൈറ്റോക്രോം C എന്ന് പറയുന്നത് അത്രയും നമ്മളെ ഈ നോട്ട് ടൈറ്റ്ലി ബൗണ്ട് ടു ദ മെംബ്രെയിൻ പ്രോട്ടീൻ. അതുകൊണ്ട് തന്നെ അവർ എന്തായിട്ട് ആക്ട് ചെയ്യും? മൊബൈൽ കാരിയേഴ്സ് ആയിട്ട്. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന്റെ അകത്തുള്ള മൊബൈൽ കാരിയേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് ആര്? യുബിക്വിനോണും അതുപോലെ തന്നെ സൈറ്റോക്രോം Cയും. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയുമാണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് മെയിനായിട്ട് നടക്കുന്നത് എവിടെയാണെന്ന് പറഞ്ഞു? നമ്മൾ ആ പ്രോസസ്സ് മെയിനായിട്ട് നടക്കുന്നത് നമ്മൾ മൈറ്റോകോൺട്രിയയ്ക്ക് അകത്താന്ന് പറഞ്ഞു. അവിടെ നമ്മുടെ സൈറ്റോക്രോം Cയും അതുപോലെ തന്നെ യുബിക്വിനോണുമാണ് അവിടെ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ഒരു മൊബൈൽ കാരിയറായിട്ട്, ഇലക്ട്രോൺസിനെ ക്യാരി ചെയ്യുന്ന ആളായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോസസ്സ് ഇലക്ട്രോൺ ഇങ്ങനെ കടന്നു പോയതിന് ശേഷം അതിൽ നിന്നും എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? അതിൻ്റെ എൻഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? വാട്ടർ മോളിക്യൂൾ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് അല്ലേ. അപ്പോൾ ഇതിൽ ആ കോംപ്ലക്സ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോംപ്ലക്സ് 1 എന്തുണ്ട്? NADH ഡീഹൈഡ്രോജനേസ് എന്ന് പറഞ്ഞ എൻസൈം ഉണ്ട്. ഓക്കെ, അതിലെന്തുണ്ട്? ഇറ്റ് കണ്ടെയ്ൻസ് എ ഫ്ലേവർ പ്രോട്ടീൻ FMN. അതിലൊരു ഫ്ലേവർ പ്രോട്ടീൻ ഉണ്ട്. ആ ഫ്ലേവർ പ്രോട്ടീൻ ഒരു നോൺ ഹീമായിട്ടുള്ള അയൺ സൾഫർ പ്രോട്ടീനും കൂടെ ഉണ്ട്. അപ്പോൾ അവർ എന്ത് ചെയ്യും? ദിസ് കോംപ്ലക്സ് ട്രാൻസ്പോർട്ട് ഇലക്ട്രോൺസ് ഫ്രം ദ NADH നിന്നും യുബിക്വിനോണിലേക്ക് എന്ത് ചെയ്യും? ഇവരെ ട്രാൻസ്പോർട്ട് ഈ കോംപ്ലക്സ് 1 എന്ന് പറയുന്നത് NADH നിന്നും യുബിക്വിനോണിലേക്കാണ് എന്ത് ചെയ്യുക? മെറ്റീരിയൽസ് ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് കോംപ്ലക്സ് 2ലാണ്. കോംപ്ലക്സ് 1 എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്ത്? NADH ഡീഹൈഡ്രോജനേസ് അല്ലേ. അപ്പോൾ കോംപ്ലക്സ് 2 അവിടെ സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ് ആണ്. അത് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഫ്ലേവർ പ്രോട്ടീനാണ് എന്ത്? FAD എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ എന്തുണ്ട്? ഒരു നോൺ ഹീമായിട്ടുള്ള അയൺ സൾഫർ പ്രോട്ടീൻസ് ഉണ്ട്. അവർ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഈ മെറ്റീരിയൽസിനെ, ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി കോംപ്ലക്സ് 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈറ്റോക്രോം BC1 കോംപ്ലക്സ്, സൈറ്റോക്രോം BC1 കോംപ്ലക്സ് ആണ് എന്ത്? കോംപ്ലക്സ് 3 എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൈറ്റോക്രോം C നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു എന്ത്? അതൊരു മൊബൈൽ ഇലക്ട്രോൺ കാരിയറായിട്ട് ആക്ട് ചെയ്യാണ് അല്ലേ. ആ കോംപ്ലക്സ് 3യുടെയും 4ന്റെയും ഇടയ്ക്ക് ഒരു മൊബൈൽ കാരിയറായിട്ട് ആക്ട് ചെയ്യുന്നതാണ് സൈറ്റോക്രോം C എന്ന് പറയുന്നത്. ഈ കോംപ്ലക്സ് 4 ആ സൈറ്റോക്രോം C ഓക്സിഡേസ് വിച്ച് ഇൻ ടേൺ കൺസിസ്റ്റ് സൈറ്റോക്രോം A and cytochrome A3. Okay, so the enzyme of this complex contain 2 copper centers. This complex receives electrons from the cytochrome C and transfer the electrons to molecular oxygen. അപ്പോൾ ഇത്രയുമാണ് ആ സ്റ്റെപ്പ് പ്രോസസ്സ് കഴിയുന്നത്. അപ്പോൾ അതിൽ നിന്ന് എന്ത് ഫോം ചെയ്യും? ലാസ്റ്റ് ആ വാട്ടർ ഇവിടെ കണ്ടോ? അവിടെ ഇലക്ട്രോൺ കൊടുത്തിട്ട് അവിടെ എന്ത് ചെയ്യും? അവിടെ വാട്ടർ
ഫോം ചെയ്യും. നമ്മൾ പറഞ്ഞു എന്ത് ഇവിടെ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ എന്തുകൂടി നടക്കുന്നുണ്ട്, ഒരു ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷനുമായി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ കോംപ്ലക്സ് 5 എന്ന് പറയുന്നത് എന്താണ്, ഒരു ATP സിന്തേസ് എന്ന് പറയുന്ന എൻസൈമാണ്. അത് അസോസിയേറ്റഡ് ഉള്ളതാണ് കോംപ്ലക്സ് 5 എന്ന് പറയുന്നത്. അത് എന്തിനു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ആ ATP അവിടെ ഫോം ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആ യുബിക്വിനോണിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലെ മെയിൻ ആയിട്ടുള്ള പോയിന്റുകൾ പറയുകയാണെങ്കിൽ എന്താ, ഡ്യൂറിങ് ദ ട്രാൻസ്പോർട്ട് ഓഫ് ഇലക്ട്രോൺസ് ഫ്രം NADH ടു യുബിക്വിനോൺ, അതെങ്ങനെ നടക്കുക, കോംപ്ലക്സ് 1 അതുപോലെ തന്നെ യുബിക്വിനോണിൽ നിന്ന് സൈറ്റോക്രോം സിയിലേക്ക് പോകുന്നത് എങ്ങനെയാണ്, കോംപ്ലക്സ് 2 പിന്നെ സൈറ്റോക്രോം A മുതൽ അല്ലെ A നിന്ന് സൈറ്റോക്രോം A3ലേക്ക് പോകുന്നതാണ് കോംപ്ലക്സ് 4 ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, അങ്ങനെ NADHന്റെ ഓക്സിഡേഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ATP മോളിക്യൂൾ ഫോം ചെയ്യും. അതുപോലെ തന്നെ FADHന്റെ ഓക്സിഡേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് ഫോം ചെയ്യും, 2 ATP മോളിക്യൂൾ അവിടെ ഫോം ചെയ്യും. നമുക്കറിയാം, നമ്മൾ ഫോട്ടോസിന്തസിസ് ചാപ്റ്ററിലെ കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ് പഠിച്ചാണ് അല്ലേ. അതായത് ആ മൈറ്റോകോൺട്രിയ നമ്മളുടെ ആ ഇത് എടുക്കുകയാണെങ്കിൽ, ക്ലോറോപ്ലാസ്റ്റ് സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ തൈലക്കോയിഡ്സിൻ്റെ ലൂമിൻ പോർഷനിൽ ഒരുപാട് എന്തായിരിക്കും, പ്രോട്ടോൺസ് ഉണ്ടായിരിക്കും അല്ലേ. ഔട്ട് സൈഡിൽ സ്ട്രോമ പോർഷനിൽ പ്രോട്ടോൺ കുറവായിരിക്കും. അപ്പോൾ അവിടെ ഒരു പ്രോട്ടോൺ ഗ്രീഡിയൻ്റ് ഉള്ള കാരണം ഒരു പ്രോട്ടോൺ പമ്പ് അവിടെ വർക്കിംഗ് ആവും. അപ്പോൾ ഈ കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞത് കണ്ടെത്തിയത് പീറ്റർ മിച്ചൽ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ആണ്. അപ്പോൾ നമുക്കറിയാം ഈ കോംപ്ലക്സ് 5 നമ്മൾ പറഞ്ഞത് ATP സിന്തസൈസ് എൻസൈം എന്ന് പറയുന്നത് അല്ലേ. ഈ ATP സിന്തസൈസ് എൻസൈമിന് 2 പോർഷൻസ് ഉണ്ട്, F0 ഉണ്ട്, അതുപോലെ തന്നെ F1 ഉണ്ട്. അതിലെ F0 എന്ന് പറഞ്ഞ പോർഷൻ എന്ന് പറയുന്നത് മൈറ്റോകോൺട്രിയയ്ക്ക് ഉള്ളിലേക്കൊക്കെ എടുക്കുന്നുണ്ടായിരിക്കും. അതുപോലെ F1 എന്ന് പറയുന്നത് പെരിഫറൽ മെംബ്രെയിൻ പ്രോട്ടീൻ ആണ്. അത് എന്താ പറയുക, പ്രൊജക്ട്സ് ഇൻ ടു ദ മൈറ്റോകോൺട്രിയൽ മാട്രിക്സ് ആണ്. ഓക്കെ, അപ്പോൾ ആ രണ്ടിലുള്ള കൺഫർമേഷൻ ചേഞ്ച് വരുന്ന കാരണം അവിടെ ഒരു കപ്ലിംഗ് റിയാക്ഷൻ നടന്നിട്ടാണ് അവിടെ ATP സിന്തസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് അവിടെ നടക്കുന്നത്. നമ്മൾ കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് നമ്മളെ ഫോട്ടോസിന്തസിസ് ചാപ്റ്ററില്ലേ, ആ ഫോട്ടോസിന്തസിസ് ചാപ്റ്റർ എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഡയഗ്രാം വെച്ചിട്ട് തന്നെ എന്താണ് അവിടെ കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലൂടെ ഇലക്ട്രോണുകളെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ മാത്രമല്ല അവിടെ വാട്ടർ ഫോം ചെയ്യും. അതുപോലെ തന്നെ ആ മെറ്റീരിയൽ അവിടെ ട്രാൻസ്ഫർ ചെയ്തിട്ട് അവിടെ എന്ത് ഫോം ചെയ്യും, ഓക്സിഡേഷൻ നടന്നിട്ട് ATP എനർജി മെറ്റീരിയൽ ഫോം ചെയ്യും. അപ്പോൾ നമുക്കറിയാം NADH എന്നാണെങ്കിൽ 3 ATP, FAD നിന്നാണെങ്കിൽ 2 ATP ഫോം ചെയ്യുന്നു. അപ്പോൾ അവിടെ ATP ഉണ്ടാക്കുന്ന ഫേസ് ആണ് എന്ത്, ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത്. അവിടെ കെമിക്കൽ ചേഞ്ചുകളാണ് ഇത് കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അവിടെ എന്ത് വേണം, പ്രോട്ടോൺ ഗ്രേഡിയന്റ് അനുസരിച്ചാണ് അവിടെ ആ മെറ്റീരിയൽസ് തൈലക്കോണിനകത്തേക്ക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് കടന്നു പോകുന്നത്. ഓക്കെ, ഈ ഒരു റെസ്പിറേറ്ററിയുടെ ഒരു ബാലൻസ് ഷീറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഗ്ലൈക്കോളിസിസ് പറഞ്ഞു, ക്രബ് സൈക്കിൾ പറഞ്ഞു, അതുപോലെ തന്നെ ഈ നമ്മളുടെ പ്രോസസ്സ് പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്ലൈക്കോളിസിസിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് ATP നമുക്ക് ലഭിക്കുന്നത് എത്രയാണ്, 2. NADH2 എന്ന് പറയുന്നത് 2. അങ്ങനെ ഗ്ലൈക്കോളിസിസ് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്, ടോട്ടൽ 8. ഓക്കെ, ഇനി ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ ഓഫ് പൈറുവിക് ആസിഡ് നമുക്ക് കിട്ടുന്നത് എത്ര എണ്ണാണ്, 2 NADH2 ആണ് നമുക്ക് ലഭിക്കുന്നത് അല്ലേ. ഇനി എന്താ, ക്രബ് സൈക്കിളിൽ നിന്ന് നമുക്ക് 2 ATP കിട്ടും. അതുപോലെ തന്നെ NADH2 എന്ന് പറയുന്നത് 6, FADH2 എന്ന് പറയുന്നത് എത്രയും കിട്ടും, നമുക്ക് 2 കിട്ടും. അപ്പം നമുക്ക് ടോട്ടൽ ഒരു എയറോബിക്കിൽ നമുക്ക് ടോട്ടൽ ലഭിക്കുന്ന ആ ATP നമുക്കറിയാം, NADH നിന്ന് ഒരു NADH നിന്ന് 3 എണ്ണം, FAD നിന്ന് 2 എണ്ണം ഫോം ചെയ്യുന്നു അല്ലേ. അങ്ങനെ നമുക്ക് കിട്ടുന്ന ടോട്ടൽ എമൗണ്ട് ഓഫ് ATP എന്ന് പറയുന്നത് എത്രയാണ്, 38 ATP നമുക്ക് ഒരു നമ്മൾ എന്താ പറയുക, ഒരു എയറോബിക് റെസ്പിറേഷൻ വഴി നമുക്ക് കിട്ടും. ഇതാണ് ഇതിൻ്റെ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എന്താന്ന് പറയുന്ന പ്രോസസ്സ് മനസ്സിലായ, നമ്മളെ ആ പൈറുവിക് ആസിഡ് ടു കോഎൻസൈം അവിടെ ജോയിൻ ചെയ്യുന്ന പ്രോസസ്സില്ലേ അവിടെ, അങ്ങനെ നമുക്ക് എന്ത് കിട്ടും. പിന്നെ ബാക്കി നമ്മൾ സിട്രിക് ആസിഡ് സൈക്കിളാണ്. സിട്രിക് ആസിഡ് സൈക്കിളിൽ നിന്ന് നമുക്ക് 24 എണ്ണം, അങ്ങനെ നമുക്ക് മൊത്തം 38 ATP നമുക്ക് ലഭ്യമാകും. അതിൽ നിന്നും നമുക്കറിയാം എന്ത്, നമ്മുടെ യൂക്കാരിയോട്ടിക് സെല്ലിലെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് 2 മോളിക്യൂൾസ് ഓഫ് ATP ആർ റിക്വയർഡ് ഫോർ ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് NADH ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. ഗ്ലൈക്കോളിസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന NADH ആ മൈറ്റോകോൺട്രിയയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 മോളിക്യൂളൊക്കെ നമുക്ക് ചിലവാകും. എങ്കിലും നമുക്ക് എത്ര 36 ATP മോളിക്യൂൾസ് നമുക്ക് ലഭ്യമാകും. ഓക്കെ, എന്ന് പറയുന്നത് ആംഫിബോളിക് പാത്വേ ആണ്. ആംഫിബോളിക് പാത്വേ എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം അവിടെ കാറ്റബോളിസം നടക്കുക, അതുപോലെ തന്നെ അനാബോളിസം അല്ലേ. അവിടെ എന്ത് ചെയ്യുന്ന മെറ്റീരിയൽ അവിടെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, അതിൽ നിന്ന് എന്ത് ചെയ്യുക, ഫോം ചെയ്യുകയും ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു പ്രോസസ്സിനെ ബോത്ത് കാറ്റബോളിസം ആൻഡ് അനാബോളിസം ടുഗദർ നോൺ ആസ് ആംഫിബോളിക് പാത്വേ. ഇപ്പോൾ നോക്കി നോക്കൂ, ഇവിടെ ഫാറ്റ്സ് ഉണ്ട്, കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഫാറ്റിൻ്റെ ആ കാറ്റബോളിക് പ്രൊഡക്റ്റ് ആണ് എന്ത്, ഫാറ്റി ആസിഡും ഗ്ലിസറോളും. അപ്പോൾ അതിൽ നിന്ന് എന്ത് ഫോം ചെയ്യുക, അസിറ്റൈൽ കോഎൻസൈം ഫോം ചെയ്യുക, അതെന്ത് ക്രബ് സൈക്കിൾ വിധേയമാവും അല്ലേ. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്
കാർബോഹൈഡ്രേറ്റിൽ നിന്ന് നോക്കിക്ക് സിമ്പിൾ ഷുഗേഴ്സ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് എന്നൊക്കെ അവിടെ ഗ്ലൈക്കോളിസിസ് നടന്നിട്ട് എന്ത് ഫോം ചെയ്യുക, അവിടെ നിന്നും അസറ്റൈൽ കോഎൻസൈം. അപ്പോൾ നോക്കിയൊക്കെ ഇത് പ്രോട്ടീൻ അമിനോ ആസിഡ്. ഇപ്പോൾ ഇവിടെ എന്ത് നടക്കുന്നുണ്ട്? കാറ്റബോളിക് പ്രോസസ്സ് നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ അനാബോളിക് പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ബോത്ത് അനാബോളിസം കാറ്റബോളിസം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന പേര് എന്താണ്? ആംഫിബോളിക് പാത്വേ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആർ ക്യു എന്ന് പറയുന്നത് റെസ്പിറേറ്ററി കോഷ്യന്റ് ആണ്. അതായത് റേഷ്യോ ഓഫ് വോളിയം ഓഫ് കാർബൺ ഡയോക്സൈഡ് റിലീസ് ടു ദ വോളിയം ഓഫ് ഓക്സിജൻ കൺസ്യൂംഡ് ഇൻ റെസ്പിറേഷൻ. എത്ര കാർബൺ ഡയോക്സൈഡ് ഇവോൾവ് ചെയ്തു, എത്ര ഓക്സിജൻ നമ്മൾ കൺസ്യൂം ചെയ്തു, അതിന്റെ ഒരു റേഷ്യോ ആണ് എന്ത് വിളിക്കുന്നത്? ആ റെസ്പിറേറ്ററി കോഷ്യന്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ റെസ്പിറേറ്ററി കോഷ്യന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ജനറൽ ഇക്വേഷൻ നമുക്കറിയാം അല്ലേ? കാർബോഹൈഡ്രേറ്റ് നമ്മൾ ആ ഫോട്ടോസിന്റെ 6C6H12O6 പ്ലസ് എന്താണ് 6O2 പിന്നെ 6CO2 പ്ലസ് H2 എന്നുള്ളത് അല്ലേ? അപ്പോൾ അതിന് നമുക്ക് നമ്മൾ ഉപയോഗിച്ച കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ, അതും 6 മോളിക്യൂളാണ്. അതുപോലെ തന്നെ റിലീസ് ആയെന്ന് പറയുന്നതും എത്രയാണ്? 6 മോളിക്യൂൾ ഓക്സിജനാണ് റിലീസ് ആയത്. ഓക്കെ, അപ്പൊ അവിടെ ആ റെസ്പിറേറ്ററി കോഷ്യന്റ് കാർബോഹൈഡ്രേറ്റ് റെസ്പിറേറ്ററി കോഷ്യന്റ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 6CO2/6O2 നോക്കി നോക്കുക, 6CO2/6O2 ഇപ്പോൾ 1 എന്ന് കിട്ടും. അതുപോലെ തന്നെ റെസ്പിറേറ്ററി കോഷ്യന്റ് ഓഫ് ഏതിന്റെ ഫാറ്റിന്റെ എന്ന് പറയുന്നത് 0.7ഉം റെസ്പിറേറ്ററി കോഷ്യന്റ് ഓഫ് പ്രോട്ടീൻ എന്ന് പറയുന്നത് എത്രയാണ്? 0.9ഉമാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആ റെസ്പിറേറ്ററി കോഷ്യന്റ് എന്ന് പറയുന്നത് എന്താണ്? റേഷ്യോ ഓഫ് വോളിയം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ടു ദ വോളിയം ഓഫ് ഓക്സിജൻ കൺസ്യൂംഡ് ഇൻ റെസ്പിറേഷൻ. സോ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം, നമ്മുടെ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ പ്രോസസ് ഒക്കെയാണ്. സോ നിങ്ങൾക്കിത് ക്ലിയർ ആയി വിചാരിക്കുന്നു. കെനി ഓസ്മോട്ടിക് ഹൈപ്പോസിസ്നൽ പ്രോസസ്സ് നമ്മുടെ ഫോട്ടോസിന്തസിസ് എന്നുള്ള ടോപ്പിക്കിൽ നമ്മൾ വിശദീകരിച്ച് പറയുന്നതാണ്. ജസ്റ്റ് ഒന്ന് അവിടെ നോക്കിയാൽ നമുക്കറിയാം, അതൊന്നുകൂടി ക്ലിയർ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.